ഹായ് ഫ്രണ്ട്സ്, കേരള PSC യുടെ ജൂനിയർ ജിയോഫിസിസ്റ്റ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. MCQ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മീൻ ഡയമീറ്റർ ഓഫ് ദ എർത്ത്? എർത്തിൻ്റെ മീൻ ഡയമീറ്റർ എത്ര എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് 12,742 കിലോമീറ്റർ ആണ്. എർത്ത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അറിയാം അതിന് രണ്ട് ഡയമീറ്റർ ഉണ്ട്. പോൾ ഡയമീറ്ററും അതുപോലെ ഇക്വിറ്റോറിയൽ ഡയമീറ്ററും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്ന പോൾ ഡയമീറ്റേഴ്സിൻ്റെയും ഇക്വിറ്റോറിയൽ ഡയമീറ്റേഴ്സിൻ്റെയും ആവറേജ് ആണ് നമ്മൾ എർത്തിൻ്റെ മെയിൻ ഡയമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക 12,742 കിലോമീറ്റർ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി? അപ്പോൾ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്താണ് ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ എന്നിവ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ക്രസ്റ്റ്? അതായത് എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കണം, എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഏതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ലെയറാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാൻറ്റിൽ. മാൻറ്റിൽ എന്ന് പറയുമ്പോൾ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത് ആണ് നമ്മൾ ആ ഒരു റീജിയനാണ് നമ്മൾ മാൻറ്റിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ക്രസ്റ്റ്, അതിന് തൊട്ട് താഴെ മാൻറ്റിൽ, അതിനും താഴെ വരുമ്പോഴാണ് കോറ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോറിനെ തന്നെ നമ്മൾ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഔട്ടർ കോർ, എന്തെന്ന് പറയും, ഔട്ടർ കോർ എന്ന് പറയും. രണ്ടാമത്തതെന്ന് പറയുന്നത് നമ്മളതിനെ പറയുന്ന പേര് ഇന്നർ കോർ എന്നാണ്. ഓക്കെ, ഇന്നർ കോർ. അപ്പോൾ എന്താ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള വ്യത്യാസം? ഔട്ടർ കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അയൺ ഉണ്ട്, നിക്കലുണ്ട്, അതുപോലെ എന്താണ് വളരെ തിക്കായിട്ടുള്ള ഒരു റീജിയൻ ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇന്നർ കോർ എന്ന് പറയുമ്പോൾ അതൊരു സോളിഡ് ആയിട്ടുള്ള സ്ഫിയർ ആണ്. ദാറ്റ് ഈസ് ആൾസോ മെയ്ഡ് ഓഫ് അയൺ ആൻഡ് നിക്കൽ. അപ്പോൾ ഔട്ടർ കോറിലാണ് കൂടുതലും ലിക്വിഡ് ലെയർ ഓഫ് മോൾട്ടൺ അയണും നിക്കലും ഒക്കെ വരുന്നത്. പക്ഷേ സോളിഡ് സ്ഫിയർ ആയിട്ട് വരുന്നതാണെങ്കിൽ അത് ഇന്നർ കോർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. അപ്പോൾ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ എന്നുള്ള ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. നമുക്കറിയാം ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. മാൻറ്റിൽ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ കാണപ്പെടുന്നു. ഇനി കോർ അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴാണ് കോർ, ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. അവിടെ തന്നെ നമുക്ക് രണ്ട് പാർട്സ് ഉണ്ട്, ഒന്ന് ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി എന്താണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് പറയാം. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മാൻറ്റിലിനും, ഓക്കെ മനസ്സിലായല്ലോ, മാൻറ്റിലിനും അതുപോലെ ഔട്ടർ കോറിനും ഇടയിലുള്ള ബൗണ്ടറി. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എന്താണ് കൺസിഡർ ചെയ്യുന്നത്, ഔട്ടർ കോർ, അതായത് കോറിൻ്റെ അപ്പർ പോർഷൻ. അപ്പോൾ ആ ഔട്ടർ കോറിനും തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. അത് ഓർത്തിരിക്കുക, 2,900 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 2,900 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ മാൻറ്റിലും ഓർമ്മ വരണം, ഔട്ടർ കോർ ഓർമ്മ വരണം. അപ്പോൾ അതിനിടയിലുള്ള ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.